നമസ്കാരം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ധ്യാനങ്ങൾ ചൊല്ലാറുണ്ട്. എന്താണ് ധ്യാനം? ലളിതാ സഹസ്രനാമത്തിന് 4 ധ്യാനങ്ങളാണുള്ളത്. ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഏതൊരു മന്ത്രത്തിൻ്റെയും ദേവതയുണ്ട്, ആ ദേവതയ്ക്കൊരു ധ്യാനമുണ്ട്. ഈ ധ്യാന ശ്ലോകമാണ് ദേവതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം തരുന്നത്. ദേവതയെ എങ്ങനെ ഇരിക്കണം, ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ ധ്യാനരൂപം അനുസരിച്ചാണ് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിക്കുന്നത്. പലതരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. അതിൽ രൂപത്തോടു കൂടിയ വിഗ്രഹം, ആ ധ്യാനരൂപം കേട്ടിട്ടാണ് പലരും ദേവതയുടെ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ധ്യാനം എന്ന് പറയുന്നത് ആ ദേവതയെക്കുറിച്ച് എങ്ങനെയിരിക്കും ആ ദേവത, മനുഷ്യാകൃതി രൂപത്തിൽ എങ്ങനെയാണ് ആ ദേവതയുടെ വിവരണം, അവളുടെ ശരീര വിവരണം എങ്ങനെ, അവളുടെ വർണ്ണം എങ്ങനെ, അല്ലെങ്കിൽ ആ ദേവതയുടെ ആഭരണങ്ങളെന്ത്, വസ്ത്രമെന്ത്, വസ്ത്രത്തിൻ്റെ നിറമെന്ത്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ ധ്യാന ശ്ലോകം കേൾക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് ഈ ധ്യാന ശ്ലോകം ഉണ്ടാകുന്നത്, ധ്യാനം ഉണ്ടാകുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഓരോ മന്ത്രത്തിനും ഒരു ഋഷിയുണ്ട്. ആ മന്ത്രത്തിൻ്റെ ഋഷിയാണ് ആ മന്ത്രത്തെ സ്വാംശീകരിക്കുന്നത്, ആ മന്ത്രത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മന്ത്രത്തെ ചില സിദ്ധന്മാർ, ചില ഭക്തന്മാർ, അവർ ആ മന്ത്രത്തെ ധാരാളമായി ചിന്തിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകുന്നു. സിദ്ധദർശന ശക്തി എന്ന് പറയും, അല്ലെങ്കിൽ സിദ്ധദർശനം ഉണ്ടാകുന്നു. ആ ദേവത ആ സിദ്ധന്, ആ ഭക്തന്, ആ ആൾക്ക് ദേവത പ്രത്യക്ഷമാകും, ദർശനം കൊടുക്കുന്നു. ഈ ദർശനം കൊടുക്കുമ്പോൾ അയാൾ കണ്ട ഭഗവാന്റെ ദേവതയുടെ ആ രൂപമാണ് ധ്യാനമായി അദ്ദേഹം എഴുതുന്നത്. ആ സിദ്ധദർശന ശക്തിയിലൂടെ അദ്ദേഹത്തിന് പ്രാപ്തമായ ആ രൂപമാണ്, ഭാവമാണ് ആ ധ്യാന ശ്ലോകത്തിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ഈ 4 സിദ്ധദർശന നാല് ധ്യാനങ്ങൾ ഈ ലളിതാ സഹസ്രനാമത്തിനുണ്ട്. അതിലൊന്നാണ്, ആദ്യത്തേതാണ് സിന്ദൂരാണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലീസ്വരത്ത് എന്ന് തുടങ്ങുന്ന ആ ധ്യാനം. അതിൻ്റെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: സിന്ദൂരാണ വിഗ്രഹാം, സിന്ദൂരം പോലെ ചുവപ്പ് നിറത്തോടു കൂടിയവൾ, തൃണയന 3 കണ്ണോടുകൂടിയവൾ. അങ്ങനെ സിന്ദൂരത്തിൻ്റെ നിറമൊത്ത 3 കണ്ണുകളോടുകൂടിയ മാണിക്യമൗലീസ്വരത്ത്, അതായത് മാണിക്യം കൊണ്ടുള്ള കിരീടമണിഞ്ഞ, അതിൽ ചന്ദ്രക്കലയുള്ള ഉയർന്ന മാറിടമുള്ള ഭഗവതി. അവളങ്ങനെ ഒരു കയ്യിൽ മധു ഉള്ളത് കാരണം വണ്ടുകൾ ചുറ്റും പറക്കുന്ന കുടത്തോടുകൂടി പിടിച്ചുകൊണ്ടും, മറുകൈയിൽ ചുവന്ന താമരപ്പൂ അണിഞ്ഞുകൊണ്ടും, ഒരു കുടത്തിന് മുകളിൽ, കുംഭത്തിന് മുകളിൽ കാലുകൾ വെച്ചുകൊണ്ടും ഇരിക്കുന്ന സൗമ്യഭാവേന ഇരിക്കുന്ന മാതാവായിട്ടുള്ളവൾ എന്നാണ് ആ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ സിന്ദൂരാണ വിഗ്രഹം എന്ന് പറയുന്ന ആ ധ്യാനത്തിൻ്റെ അടിസ്ഥാനമായി പറയുന്നത്. അതിൻ്റെ അർത്ഥം അതാണ്. ഈ ധ്യാനം കൃത്യമായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് വാക്ചിത്രമാണെങ്കിൽ അത് കൃത്യമായി ചിത്രമായിട്ട് തന്നെ നമുക്ക് കാണാവുന്ന തരത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ധ്യാനരൂപത്തെ ലളിതാംബിക എന്നാണ് വിളിക്കുന്നത്. ലളിതാംബിക ശരിക്കും ലളിതാ സഹസ്രനാമത്തിൻ്റെ ദേവത സാക്ഷാൽ ത്രിപുരസുന്ദരിയാണ്. ഈ ധ്യാനത്തിന് നമുക്ക് ലളിതാംബികയുടെ ധ്യാനമായി കണക്കാക്കാം. ഇങ്ങനെ വേറെ 3 കൂടെ ചേർത്ത് ആകെ 4 ധ്യാനങ്ങളുണ്ട്. ഈ 4 ധ്യാനങ്ങൾ ചൊല്ലിയതിന് ശേഷം വേണം നമ്മൾ ലളിതാ സഹസ്രനാമം സാധാരണ ഭക്തർ ജപിക്കേണ്ടത് എന്ന് നമ്മൾ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ധ്യാനത്തിൻ്റെ ഏകദേശം അർത്ഥം ഇതാണ്: ദേവത ലളിതാംബികയാണ്. ചുവപ്പ് നിറമുള്ള ശരീരത്തോടു കൂടിയ ആ ദേവത അമ്മ എന്നുള്ള ഭാവേന, സൗമ്യയായ മാതാവ് എന്നുള്ള രീതിയിലാണ് അവസാനം അത് പറയുന്നത്. പരാം അംബികാം എന്ന് പറയുന്നുണ്ട്, ധ്യായേത് പരാം അംബികാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും, അമ്മ എന്നുള്ള അവസ്ഥയിലാണ് ഭഗവതിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവതി നമ്മളെ രക്ഷിക്കട്ടെ. നമസ്കാരം.